ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ വരുന്ന നവംബർ 15 വരെ ശനി വക്രത്തിൽ തുടരുന്നതിനാൽ ഈ 11 നാളുകാർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. കുംഭം രാശിയിൽ പൂരുരുട്ടാതി രണ്ടാം പാദത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി 2024 ജൂൺ മാസം 30-ാം തീയതി മുതൽ 137 ദിവസം, അതായത് 2024 നവംബർ 15-ന് വൈകിട്ട് 8:07 വരെ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുക. ഈ വക്രഗതി ലോകത്തിനാകമാനം ചില നക്ഷത്രക്കാർക്ക് അതീവ ദോഷഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. കുംഭം രാശിയിലൂടെ അവസാന ഭാഗം വരെ എത്തി തുടർന്ന് വക്രത്തിലേക്ക് വരുന്ന ശനി കുംഭം രാശിയുടെ അവസാന ഭാഗം വരെ എത്തി തുടർന്ന് വക്രത്തിലേക്ക് വരുന്ന ശനി ചതയം 4-ാം പാദത്തിൽ വരെ എത്തിയതിനു ശേഷമാണ് നേർഗതിയിലേക്ക് മാറുന്നത്. ശനിക്ക് സംഭവിക്കുന്ന ഈ വക്രഗതി കാലത്ത് ഒക്ടോബർ 20 മുതൽ വക്രം തീരുന്നതുവരെ ചൊവ്വയുടെ വിശേഷ ദൃഷ്ടിയിൽ സഞ്ചരിക്കുന്ന സ്ഥിതി കൂടി സംജാതമാകും. ഈ വക്രഗതിക്കാലം എപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് നോക്കാം. കേവലം ഏതാനും നാളുകാർക്കുള്ള ദോഷഫലം പ്രവചനം എന്നതിലുപരിയായി ലോകത്തെ തന്നെ ബാധിക്കുന്ന ഒരു ദുരിതകാലമായിരിക്കും ഈ ശനിയുടെ വക്രകാലം. ലോകരാഷ്ട്രങ്ങൾ പലതിലും ഭരണമാറ്റം വരെ സംഭവിക്കും. പ്രകൃതി സംബന്ധമായിട്ടുള്ള അതിവൃഷ്ടി, വാഹന ദുരന്തങ്ങൾ മുതലായവ സംഭവിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സ്വാഭാവികമായും ചില നാളുകാർക്ക് ഈ പ്രതിഭാസം കൂടുതൽ ദോഷകരമാകാനാണ് സാധ്യത. അതിൽ താരതമ്യേന ദോഷകരമായിട്ടുള്ളത് ശനി സഞ്ചരിക്കുന്ന പൂരുരുട്ടാതി ചതയം നക്ഷത്രക്കാർക്കാണ്. പൂരുരുട്ടാതിയുടെ വേദനക്ഷത്രമായ ഉത്രം ശനിയുടെ ദൃഷ്ടി പതിയുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം, മകം, പൂരം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ തുടങ്ങിയ ആളുകളെയും ശനിയുടെ ഈ വക്രഗതി വളരെയധികം ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രതികൂല ശനി ദശകാലം അനുഭവിക്കുന്ന ആളുകൾ, ജാതകത്തിൽ ശനി മേടം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു രാശികളിൽ ഉള്ള ആളുകൾ, ജനന സമയത്ത് ശനി രാശി സന്ധിയിൽ നിൽക്കുന്നവർ തുടങ്ങിയവരും ശനിക്ക് വക്രം സംഭവിക്കുന്ന 137 ദിവസങ്ങൾ വളരെയധികം കരുതലോടെ വേണം കാത്തിരിക്കാൻ. മുകളിൽ സൂചിപ്പിച്ച നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ ഇനി എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ആരോഗ്യ വിഷമതകൾ വന്നു ചേരും. ധനപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ രംഗത്ത് വലിയ തടസ്സങ്ങൾ, ദാമ്പത്യ അസംതൃപ്തി, സാമ്പത്തിക വിഷമതകൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരും. നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒരു രീതിയിലും നടപ്പായില്ല എന്ന് തന്നെ സംഭവിക്കും. നടപ്പിലാക്കുവാൻ നിങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും തൊട്ടടുത്തെത്തി അകന്നു പോകുന്ന സ്ഥിതിയാണ് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാർക്ക് വളരെയധികം മനോവ്യാധി, ആരോഗ്യ വിഷമതകൾ, സാമ്പത്തിക വിഷമങ്ങൾ കൂടാതെ എല്ലുകൾക്കും പല്ലുകൾക്കും ക്ഷതം, വാതജന്യ രോഗങ്ങൾ ഇവയ്ക്കും വളരെയധികം സാധ്യതയുണ്ട്. അടുത്തത് അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ തിരിച്ചടികൾ വളരെയധികം നേരിടേണ്ടി വരും. നിങ്ങളുടെ ജോലിയിൽ വളരെയധികം നഷ്ടം സംഭവിക്കുവാം. ഉള്ള ജോലികളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും സംജാതമാകും. പണം കടം വാങ്ങി വളരെയധികം ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടി വന്നെത്തുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പല്ലുകൾക്ക് ചെറിയ ശസ്ത്രക്രിയകൾ, ആശുപത്രി വാസം, ഔഷധ സേവ എന്നിവ നേരിടേണ്ടി വരും. അടുത്ത ബന്ധുക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നിവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും സാഹചര്യം വന്നു ചേരുന്നതാണ്. അതേ തുടർന്നുള്ള മനോവിഷമം, പോലീസ് കേസുകൾ എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് അകാരണമായ ഭയം, ധനനഷ്ടം,
അടുത്ത ബന്ധുക്കൾക്ക് വളരെയധികം രോഗദുരിതങ്ങൾ, പഠനത്തിൽ അലസത, അകാരണമായ വാക്കുതർക്കം, ബിസിനസ്സിൽ ധനനഷ്ടം, ബന്ധുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടൽ എന്നിവയും വന്നു ചേരുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരായ ആളുകൾക്ക് ബന്ധുജനവിരഹം, സന്താനങ്ങൾ മൂലം വളരെയധികം വിഷമിക്കും. ബന്ധുക്കളുമായുള്ള കലഹം, സാമ്പത്തിക ക്ലേശം, സഹപ്രവർത്തകർ, അയൽവാസികൾ എന്നിവരുമായുള്ള വളരെയധികം എതിർപ്പുകളും വന്നുചേരുന്നതാണ്. അടുത്തത് വിശാഖത്തിന്റെ ആദ്യ പാദം. തൊഴിൽ നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി, രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് വളരെയധികം വിഷമതകൾ, ഉദ്യോഗാർത്ഥികൾക്ക് പ്രതികൂല ഫലങ്ങൾ എന്നിവ വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഒറ്റപ്പെടൽ, സഹായം ഒരു രീതിയിലും ലഭിക്കാതെ വരിക, തൊഴിൽ രംഗത്ത് ഔചാരിക മാറ്റങ്ങൾ, മാനസികമായ നിരാശ എന്നിവ വന്നുചേരും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് രോഗദുരിതങ്ങളും തുടർന്ന് അലച്ചിൽ, വളരെയധികം സാമ്പത്തിക ചെലവ്, മാനസികമായ നിരാശ, ചെറിയ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകൾക്ക് വളരെയധികം സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകും. എതിരാളികൾ നിങ്ങളുടെ പ്രബലരാകുകയും ചെയ്യുന്നതാണ്. വ്യവഹാരത്തിൽ വളരെയധികം നഷ്ടങ്ങളും തിരിച്ചടികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ആരോഗ്യപരമായ കടുത്ത വിഷമതകൾ, രോഗദുരിതങ്ങൾ എന്നിവ അനുഭവിക്കുവാൻ ഇടയുള്ള കാലമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന നാളുകാർക്കാണ് ശനിയുടെ വക്രം മൂലം കൂടുതൽ വിഷമതകളും സാമ്പത്തിക നഷ്ടങ്ങളും മനോവിഷമങ്ങളും വന്നു ചേരുവാൻ ഇടയുള്ള നക്ഷത്രക്കാർ. മറ്റു നക്ഷത്രക്കാരുടെ ശനിയുടെ വക്രസഞ്ചാരം വളരെ കൃത്യമായി ബാധിക്കുവാൻ ഇടയില്ല. എങ്കിലും വളരെയധികം ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ചതയം, തിരുവാതിര, ചോതി നാളുകാർക്ക് അവരുടെ ശനി ദശാകാലം 3ാം ദശാകാലമാണ്. രോഹിണി, അത്തം, തിരുവോണം നാളുകാർക്ക് അവരുടെ ശനി ദശാകാലം 5ാം ദശാകാലമാണ്. ഭരണി, പൂരം, പൂരാടം നാളുകാർക്ക് 7ാം ദശാകാലമാണ്. ഇപ്രകാരം മേൽപ്പറഞ്ഞ നാളുകാർ തങ്ങളുടെ ശനിദശ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരും ഇപ്പോൾ നടക്കുന്ന ശനി വക്രകാലത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. ശനിദോഷ നിവാരണത്തിന് പലവിധമായ പരിഹാരങ്ങൾ നിലവിലുണ്ട്. എന്നാൽ വളരെ ലളിതമായതും കുറഞ്ഞ ചെലവിൽ സ്വയം ചെയ്യാവുന്നതുമായ പരിഹാരങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത്. 16 ഇഞ്ച് സമചതുരമുള്ള ഒരു കറുത്ത തുണി 8ആയി മടക്കി അതിൽ 8 ഒറ്റ രൂപ നാണയങ്ങൾ വെച്ച് ദോഷാധിക്യം പറഞ്ഞ നാളുകാരുടെ തലയിണയ്ക്കടിയിൽ വയ്ക്കുക. എല്ലാ ശനിയാഴ്ചയും ഈ നാണയങ്ങൾ ദാനം ചെയ്തിട്ട് പുതിയ 8 നാണയങ്ങൾ വയ്ക്കുക. അതുപോലെ തന്നെ ഉഴുന്നു കലർന്ന ഭക്ഷണം ശീലിക്കുക. നിത്യേന ഇരുമ്പ് കൊണ്ടുള്ള ഏതെങ്കിലും ആയുധം അല്പനേരം ഉപയോഗിക്കുക. അടുത്തത് ദൈവികപരമായ പരിഹാരങ്ങളാണ്. പതിവായി ശാസ്ത അഷ്ടോത്തരം ജപിക്കുക. ഹനുമാൻ സ്വാമിക്ക് നാക്കിലയിൽ അവൽ സമർപ്പിക്കുക. ഇത്രയും പരിഹാരങ്ങൾ ചെയ്ത ദോഷശമനം വളരെയധികം ഉണ്ടാകുന്നതാണ്. കൂടാതെ ശ്രീ ശനി രക്ഷാസ്തവം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.